കോഴിക്കോട് പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. മാർക്കറ്റ് പാളയത്ത് നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി. പഴം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ നേരത്തെ തന്നെ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധത്തിലാണ്. മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ കോർപ്പറേഷൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് 5ാം ഘട്ട സമരം. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ നിരാഹാര സമരം പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രഖ്യാപന വേദി കൂടിയായി. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇവർ സ്വകാര്യ കമ്പനികൾക്ക് തീരെ എഴുതി കൊടുക്കാനുള്ള ഒരു തീരുമാനമായി മുമ്പോട്ട് പോവാണ്. അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ മാർക്കറ്റിലെ കച്ചവടക്കാർ, ഫ്രൂട്ട്സ് മേഖലയിലെ കച്ചവടക്കാർ, ഫുട്പാത്ത് തൊഴിലാളികൾ, ഫുട്പാത്ത് കച്ചവടക്കാർ, പീഡിക തൊഴിലാളികൾ, അങ്ങനെ അനുബന്ധ മേഖലയിലെ എല്ലാവരും ഒരുമിച്ച് അതിശക്തമായുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാവും. മാർക്കറ്റ് പാളയത്തിൽ നിന്ന് മാറ്റുന്നത് കച്ചവടത്തെ കാര്യമായി ബാധിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടം നിലനിൽക്കുന്നത് പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട്സ്, മിഠായി കച്ചവടം, സ്റ്റേഷനറി കച്ചവടം, തൈര് കച്ചവടം, ഇല കച്ചവടം എല്ലാം കൂടിയിട്ടാണ് ഈ കച്ചവടം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രം ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ അതൊരു കച്ചവടം പ്രായോഗികമാവുന്ന പ്രശ്നമല്ല. സ്വകാര്യ കമ്പനി നിശ്ചയിക്കുന്ന വാടക താങ്ങാൻ കഴിയില്ലെന്നും വ്യാപാരികൾ പറയുന്നു. വാടക നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ വാടക അങ്ങനെ പുതുക്കി വന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു വാടകയാണ് ഇന്ന് പാളയത്തിലുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പുതിയ മാർക്കറ്റിലേക്ക് പോയാൽ അത് കോർപ്പറേഷനല്ല ആ മാർക്കറ്റ് നടത്തുന്നത് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ പ്രൈവറ്റ് കമ്പനിക്ക് അവർക്ക് ഇഷ്ടാനുസരണം വാടക വർദ്ധിപ്പിക്കാനും ഒക്കെ അതിനുള്ള നിയമങ്ങളുണ്ട്. അവർ 170ഓളം പച്ചക്കറി കടകളും 90 പഴം വിൽപ്പന കേന്ദ്രങ്ങളും പാളയത്തുണ്ട്. നിരവധി അനുബന്ധ തൊഴിലുകളും. ഇങ്ങനെ 5000ഓളം കുടുംബങ്ങളാണ് പാളയം മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. മാർക്കറ്റ് മാറ്റുന്നത് സംബന്ധിച്ച ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് മീഡിയ വണിനോട് പറഞ്ഞു. കല്ലുത്താൻ കടവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മീഡിയ വൺ, കോഴിക്കോട്.